Hello friends, welcome to Zeal to Know. അപ്പോൾ Zeal to Knowയിൽ CPCയുടെ ICD ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. CPC മെഡിക്കൽ കോഡിംഗ് കോഴ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലെ ഫസ്റ്റ് പാർട്ടായ ICD ഡയഗ്നോസിസ് കോഡിംഗ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നു. അതിൻ്റെ കീ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ നമ്മൾ ഇതുവരെ ഏതൊക്കെ ചാപ്റ്റർ കവർ ചെയ്തു? യെസ്, നമ്മൾ ചാപ്റ്റർ 18 വരെ കവറായി. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 19 ആണ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 19 എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ ചാപ്റ്റർ പോലെ തന്നെ കുറച്ച് ലെങ്തി ചാപ്റ്ററാണ്. അതുകൊണ്ട് നമുക്കിത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് എടുക്കാം. അതർവൈസ് ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. ഇപ്പോൾ കാണുന്നവർക്ക് തന്നെ 1 മണിക്കൂർ കുത്തിയിരുന്ന് കാണുന്നത് അത് ഇത്ര സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. സോ ചാപ്റ്റർ 1ൻ്റെ പാർട്ട് 1 ആണ്, ചാപ്റ്റർ 19 പാർട്ട് 1. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേര് ഇഞ്ചുറി, പോയിസണിങ് ആൻഡ് സർട്ടൻ അതർ കോൺസിക്വൻസസ് ഓഫ് എക്സ്റ്റേണൽ കോസസ്. S00 മുതൽ T88 വരെയാണ് ഈ കോഡ്സ്. ഓൾ റൈറ്റ്, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 19ൻ്റെ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? ഫസ്റ്റ് ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻ ഓഫ് 7th ക്യാരക്ടർ ഇൻ ചാപ്റ്റർ 19 കോഡ്സ്. അപ്പോൾ 7th ക്യാരക്ടർ ഞാൻ ആദ്യമേ കോഡ്സ് പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞാണ്, നമ്മുടെ കോഡ് എന്ന് പറയുന്നത് 3 to 7 ക്യാരക്ടർ വരെ ലെങ്തി ആയിട്ട് വരാം ഡയഗ്നോസിസ് കോഡിങ്. ഓക്കെ, 3 തൊട്ട് 7 ക്യാരക്ടേഴ്സ്. അപ്പോൾ 7 ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് ചാപ്റ്റേഴ്സിൽ മാത്രമേ ഉള്ളൂ നമ്മൾ 7th ക്യാരക്ടറും കൂടെ എടുക്കുന്നത്. അതവിടെ സ്പെസിഫൈ ചെയ്തിരിക്കും 7 എന്ന്. നമ്മുടെ കോഡ് എടുക്കുമ്പോഴാണ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ ചാപ്റ്റർ 19ലും ഒരു 7th ക്യാരക്ടർ കോഡ് എന്ന് പറയുന്നത് മിക്കവാറും കോഡ്സിലും ഉള്ളൊരു കാര്യമാണ് 7th ക്യാരക്ടർ. അപ്പോൾ ഈ ചാപ്റ്റർ 19ൽ എന്താണ് 7th ക്യാരക്ടർ കോഡായിട്ട് വരാറ്? യൂഷ്വലി ഉള്ള കാര്യമാണ് ഫ്രാക്ചേഴ്സ് എക്സെപ്റ്റഡ് ആണ്. സോ ഫ്രാക്ചേഴ്സ് അല്ലാതെ തന്നെ ബാക്കി യൂഷ്വലി വരുമ്പോൾ ഇതിന് 3 എണ്ണമാണ് നമ്മുടെ 7th ക്യാരക്ടറായിട്ട് വരിക. A, D ആൻഡ് S. ഈ 3 ആൽഫബറ്റ്സ് ആയിരിക്കും വരുന്നത്. A എന്ന് പറയുന്നത് ഇനീഷ്യൽ എൻകൗണ്ടർ, D എന്ന് പറയുന്നത് സബ്സീക്വൻറ്റ് എൻകൗണ്ടർ, പിന്നെ S എന്ന് പറയുന്നത് സീക്വലയാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇതിനൊരു എക്സാമ്പിൾ ഞാൻ വായിക്കാം. T84.50XA എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? ഇനീഷ്യൽ എൻകൗണ്ടർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിക്കാം. ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഡ്യൂ ടു അൺസ്പെസിഫൈഡ് ഇൻറ്റേർണൽ ജോയിൻറ്റ് പ്രോസസ്സസ് ഇനീഷ്യൽ എൻകൗണ്ടർ. ഇവിടെ വരുന്ന എന്താണ്? ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ. എന്തുകൊണ്ടാണ്? ഒരു എക്സ്റ്റേണൽ പ്രോസസ്സസ് കാരണമുള്ളത്. അതിൻ്റെ ഇനീഷ്യൽ എൻകൗണ്ടറുമായിട്ടാണ് പേഷ്യൻ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ ശരിക്കും കാരണം എന്താണ്? എക്സ്റ്റേണൽ പ്രോസസ്സസ് ആണല്ലോ കാരണം. എന്നിട്ടും കൂടി ഇംപ്ലാന്റ് അല്ലെങ്കിൽ പ്രോസസ്സസ് ആണ് കാരണം. പക്ഷേ ഇത് എപ്പോഴാണ് വെച്ചത്? പ്രീവിയസ് എൻകൗണ്ടറിൽ വല്ലതും വെച്ചതായിരിക്കും. എന്നിട്ടും കൂടി ഇപ്പം നമ്മൾ എന്താണ് കോഡ് ചെയ്തിരിക്കുന്നത്? ഇനീഷ്യൽ എൻകൗണ്ടർ എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ എൻകൗണ്ടറിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇനീഷ്യൽ എൻകൗണ്ടർ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ആദ്യമായി ഒറ്റ പ്രാവശ്യം വന്നതിന് ഇനീഷ്യൽ എൻകൗണ്ടർ എന്ന് കൺസിഡർ ചെയ്യരുത്. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു ഫ്രാക്ചറായി, ഞാൻ ആ ഫ്രാക്ചർ പോട്ടെ, വേറെ എന്തെങ്കിലും ട്രോമ, എന്തെങ്കിലും ഒരു മുറിവ് വിചാരിച്ചോ. അപ്പോൾ മുറിവായിട്ട് ഞാൻ ഡോക്ടറിനെ കാണാൻ വന്നു. ഡോക്ടർ എനിക്ക് ഇന്ന് എനിക്ക് ഇനീഷ്യൽ എൻകൗണ്ടർ തന്നു. അതിനുശേഷം എന്ത് പറ്റി? യെസ്, ഞാൻ പോയിട്ട് ഫോളോ അപ്പിന് വന്നു. അപ്പോൾ എൻ്റെ ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ആ മുറിവിന് നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലായോ? എൻ്റെ ആ ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് അവിടെ നിർത്തിയിട്ടില്ല. ഓക്കെ, എൻ്റെ മുറിവിൻ്റെ ആക്റ്റീവ് ട്രീറ്റ്മെൻ്റ് ഒക്കെ നിർത്തി. അതിനുശേഷം ആ മുറിവ് എന്തെങ്കിലും ഇച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ഞാൻ വരുവാണെങ്കിൽ അതിനെനിക്ക് സബ്സിക്വൻറ്റ് എൻകൗണ്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ സീക്വൽ എന്ന് പറയാം. ഇച്ചിങ് എന്ന് പറയുമ്പോൾ വേറെ രോഗമാണല്ലോ. ഇപ്പം ആ മുറിവിൽ തന്നെ എന്തെങ്കിലും വന്നിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് സബ്സിക്വൻറ്റ് എൻകൗണ്ടർ പറയാം. ആക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ഇനീഷ്യൽ എൻകൗണ്ടർ എന്ന് പറയും. അതിനുശേഷം ആക്റ്റീവ് അല്ല, അതിനുശേഷം വരുന്ന എൻകൗണ്ടറിനെ നമ്മൾ സബ്സിക്വൻറ്റ് എൻകൗണ്ടർ എന്ന് പറയും. ഇനി സീക്വൽ എന്ന് എങ്ങനെയാണ് പറയുന്നത്? ആ ഒരു കോസ് കാരണം വേറെ എന്തെങ്കിലും വന്നു. ഫോർ എക്സാമ്പിൾ ഒരു ബേൺ വന്നുള്ളൊരു സ്കാർ വരൂലേ? അപ്പം ആ സ്കാർ എന്ന് പറയുന്നത് എന്താണ്? സീക്വലി ഓഫ് ദാറ്റ് ബേൺ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നോക്കാൻ വേണ്ടി. A എന്താണ്, D എന്താണ്, S എന്താണെന്നുള്ളത് ക്ലിയർ ആയാൽ മാത്രം മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പോൾ സീക്വല ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സീക്വലി ആയിട്ട് ഒരു സ്കാർ വന്നു.
ഓക്കെ, ബേണിൻ്റെ സീക്വലായിട്ട് സ്കാർ വന്നു. അപ്പോൾ സ്കാറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഇന്ന് പേഷ്യൻ്റ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, പേഷ്യൻ്റ് എൻകൗണ്ടർ എന്തിനു വേണ്ടിയാണ്? സ്കാറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി. അപ്പം സ്കാർ ഡ്യൂ ടു, മനസ്സിലായോ? സ്കാർ ഡ്യൂ ടു ആ സീക്വല എന്നുള്ള കോഡ് വേണം ഫസ്റ്റ് കോഡ് ചെയ്യാൻ, അതിനുശേഷം സീക്വല കോഡ് ചെയ്യുക. മനസ്സിലായോ? എന്താണോ എൻകൗണ്ടർ വിത്ത് എസ് കോഡ് നമ്മൾ ചെയ്യുക, അതിനുശേഷം നമ്മൾ സീക്വലേക്ക് കോഡ് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോഡിംഗ് ഓഫ് ഇഞ്ചുറീസ്. അപ്പം ഇഞ്ചുറീസ് എങ്ങനെ കോഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ട്രോമാറ്റിക് ഇഞ്ചുറീസ് ആണ് കോഡ് ചെയ്യുന്നത്. ട്രോമാറ്റിക് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ S00 മുതൽ T14.9 വരെയുള്ള കോഡ്സിലാണ് ഇത് വരുന്നത്. ഇതിൽ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ ഓർത്ത് വെക്കണം. ഞാൻ ആ പോയിൻറ്റ്സ് 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ 1 എന്ന് പറയണത്, ഇഞ്ചുറി എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ സൈറ്റ്സിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം മൾട്ടിപ്പിൾ സൈറ്റ്സിൽ ഇഞ്ചുറി ഉണ്ടായാൽ പോലും അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡിവിജ്വലി കോഡ് ചെയ്യാം. ഒന്നുകിൽ കോമ്പിനേഷൻ കോഡ്സ് ഉണ്ടെങ്കിൽ കോമ്പിനേഷൻ കോഡ്സ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അത് ഡിഫറെൻ്റ് ആയിട്ട് ഈച്ച് വൺ ആയിട്ട് ഈച്ച് കമ്പോണൻറ്റ് ഈച്ച് ഇഞ്ചുറി ആയിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ കോഡ് ചെയ്യണം. പിന്നെ നമ്മൾ നേരത്തെ തൊട്ട് പറഞ്ഞ കാര്യം തന്നെ, സിവിയറിറ്റി ഏതിനാണോ അത് വേണം നമ്മൾ ഫസ്റ്റ് പ്രൈമറി ആയിട്ട് സീക്വൻസ് ചെയ്യാൻ വേണ്ടി. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കി നമ്മൾ ട്രോമാറ്റിക് ഇഞ്ചുറി കോഡ്സൊക്കെ ഒരുപോലെയാണ്. നമുക്കിപ്പം മൾട്ടിപ്പിൾ ഇഞ്ചുറി ഉണ്ടോ മൾട്ടിപ്പിളായിട്ട് കോഡ് ചെയ്യാം, കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ കോമ്പിനേഷൻ കോഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമാണ്. ഓൾറൈറ്റ്, ഇനിയുള്ളൊരു കാറ്റഗറി എന്ന് പറയുന്നത് T07 കാറ്റഗറിയാണ്. അതെന്ന് പറഞ്ഞാൽ അൺസ്പെസിഫൈഡ് മൾട്ടിപ്പിൾ ഇഞ്ചുറി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ അൺസ്പെസിഫൈഡ് മൾട്ടിപ്പിൾ ഇഞ്ചുറിയാണ്, കറക്റ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇഞ്ചുറിയുടെ കാര്യത്തിൽ ഡോക്യുമെൻറ്റേഷൻ ക്ലിയർ അല്ല, കറക്റ്റായിട്ട് ഡോക്ടറിന് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ഒരു കണ്ടീഷനിൽ മാത്രമേ നമ്മൾ ഈ അൺസ്പെസിഫൈഡ് മൾട്ടിപ്പിൾ ഇഞ്ചുറി എഴുതാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? അൺസ്പെസിഫൈഡ്, സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പെസിഫിക്കേഷൻ ക്ലിയർ അല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു കോഡ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ട്രോമാറ്റിക് ഇഞ്ചുറി കോഡ്സ് ആണ്. ഇഞ്ചുറി ഡ്യൂ ടു ഇനി സർജിക്കൽ വൂൺസിൻ്റെയോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഒന്നും ഇതിൽ കോഡ് ചെയ്യരുത്. നോർമലായിട്ടുള്ള ഒന്നും കോഡ് ചെയ്യരുത്. ട്രോമാറ്റിക് ആയിട്ടുള്ള ഇഞ്ചുറീസ് മാത്രമാണ് ഈ ഒരു കോഡിംഗ് കമ്പോണൻസിൽ വരുന്നത്. വെച്ചാൽ S00 മുതൽ T14.9 വരെയുള്ള ഈ കോഡ്സിൽ ട്രോമാറ്റിക് ഇഞ്ചുറീസ് ആണ്. ഇപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് നോട്ട് ചെയ്യാം? ഓക്കെ, വേറെ എന്തെങ്കിലും ഇഞ്ചുറീസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്തുകൂടെ? ഇപ്പോൾ ട്രോമാറ്റിക് ഇഞ്ചുറി ആണെങ്കിൽ മാത്രം നമുക്ക് ഓർത്താൽ മതി S00 മുതൽ T14.9. യെസ്, ഇതിനപ്പുറത്തുള്ള കോഡോ ഇപ്പുറത്തുള്ള കോഡോ ആണെങ്കിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി, നോർമലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ വെച്ച് നമുക്ക് എലിമിനേഷൻ മെത്തേഡിൽ അപ്ലൈ ചെയ്യാവുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ കോഡ് ഫോർ മോർ സീരിയസ് ഇഞ്ചുറി. ഏതാണോ സീരിയസ് ഇഞ്ചുറി അല്ലെങ്കിൽ ഏതൊരു ഇഞ്ചുറിയുടെ കാരണം കൊണ്ടാണോ ആ ഒരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്, ഏതിനാണോ ഏറ്റവും കൂടുതൽ സിവിയറിറ്റി, അതായിരിക്കണം സീക്വൻസിങ്ങിൽ ഫസ്റ്റ് വരിക. അത് ഞാൻ ആദ്യം മുതൽ പറയുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും കൂടി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അത് ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യണം. ഒരിക്കലും സീക്വൻസിങ് തെറ്റരുത്, പ്രൈമറി കോഡ് മാറിപ്പോകരുത്. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഇഞ്ചുറീസിനെ തരംതിരിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സൂപ്പർഫിഷ്യൽ ഇഞ്ചുറീസ്. സൂപ്പർഫിഷ്യൽ ഇഞ്ചുറീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മേജർ ഇഞ്ചുറിയുടെ കൂടെ ഒരു അബ്രേഷൻ അല്ലെങ്കിൽ ഒരു കൺട്യൂഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സൂപ്പർഫിഷ്യൽ ഇഞ്ചുറീസ് എന്ന് പറയാം. അതൊക്കെ കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറൈറ്റ്, അപ്പോൾ അതൊക്കെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഇഞ്ചുറീസ് നമ്മൾ കോഡ് ചെയ്യേണ്ട. ഇനി സെക്കൻഡ് വന്ന് പറയണത് എ പ്രൈമറി ഇഞ്ചുറി ആൻഡ് ഡാമേജ് ഇൻ ബ്ലഡ് വെസൽസ്. എന്ന് വെച്ചാൽ ഒരു പ്രൈമറി ഇഞ്ചുറി കാരണം ഒരു മൈനർ ഡാമേജ് ബ്ലഡ് വെസൽസിൽ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലൊക്കെ ഒരു ഇത് വരുവാണ്, ഒരു മൈനർ ഇഞ്ചുറി വരുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡാമേജ്, മൈനർ ഡാമേജ് വരുവാണെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? ഫസ്റ്റ് പ്രൈമറി എന്ന് പറയണത് നമ്മുടെ ആ ഇഞ്ചുറി ആയിരിക്കണം. സെക്കൻഡ് നമ്മൾ വന്നിട്ട് ഡാമേജ് ടു ബ്ലഡ് വെസൽ ആണെങ്കിലും അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ആണെങ്കിലും അത് നമ്മൾ സെക്കൻഡറി ആയിട്ട് കോഡ് ചെയ്യണം. അപ്പോൾ പ്രൈമറി എന്ന് പറയുന്നത് ഇഞ്ചുറി, സെക്കൻഡറി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ ഡാമേജ് അല്ലെങ്കിൽ സ്പൈനൽ കോഡിൻ്റെ ഡാമേജ് ആയിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയോ? ഇനി അടുത്തതെന്ന് പറയുന്നത്, അടുത്ത ടൈപ്പ് ഓഫ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഹൈഡ്രോജനിക് ഇഞ്ചുറീസ് ആണ്. അപ്പോൾ ഈ ഇഞ്ചുറീസിൻ്റെ എന്താണ് പ്രത്യേകത? ഈ ഇഞ്ചുറീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ അത് കാരണമോ അല്ലെങ്കിൽ ആ ടൈമിലോ ഉണ്ടായ ഒരു ഇഞ്ചുറിയാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള ഇഞ്ചുറിക്ക് ഒരിക്കലും നമ്മൾ ചാപ്റ്റർ 19 കോഡ്സ് യൂസ് ചെയ്യില്ല. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കോംപ്ലിക്കേഷൻ കോഡ്സ് ആണ്. ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ വന്നാൽ, മനസ്സിലായോ, ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ വന്നുള്ള ഇഞ്ചുറീസ് ആണെങ്കിൽ നമ്മൾ എന്താണ്, ഡ്യൂറിങ് ഓർ ഡ്യൂ ടു അല്ലെങ്കിൽ റിസൾട്ട് ഓഫ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ ആണെങ്കിൽ, ആ ഇഞ്ചുറി ആണെങ്കിൽ നമ്മളതിനെ ചാപ്റ്റർ 19 കോഡ്സ് യൂസ് ചെയ്യില്ല. അതിന് പകരം കോംപ്ലിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോഡിങ് ഓഫ് ട്രോമാറ്റിക് ഫ്രാക്ചേഴ്സ്. ഇപ്പം ഞാൻ ഇത്ര തന്നെ പറഞ്ഞത് തന്നെയാണ് ട്രോമാറ്റിക് ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഫ്രാക്ചർ. അപ്പോൾ ട്രോമാറ്റിക് ഫ്രാക്ചർ എങ്ങനെ നമുക്ക് കോഡ് ചെയ്യാം? അപ്പോൾ ഇതിലുള്ളത് മെയിൻ വേറെ നമ്മൾ ഇഞ്ചുറീസിൽ പറഞ്ഞ പോലെ തന്നെയാണ്. മൾട്ടിപ്പിൾ സൈഡ്സിൽ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിളായിട്ട് നമുക്കിതും കോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ 2 ഗോൾഡൻ റൂൾസ് വരുന്നുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇവിടുത്തെ ഗോൾഡൻ റൂൾ നമ്പർ 1 ഈസ് ഇഫ് എ ഫ്രാക്ചർ, ഒരു ഫ്രാക്ചർ ക്ലോസ്ഡ് അല്ലെങ്കിൽ ഓപ്പൺ ഫ്രാക്ചറും വരാം, ക്ലോസ്ഡ് ഫ്രാക്ചറും വരാം. ഇതെന്നാൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല ക്വസ്റ്റ്യനിൽ. ഓക്കെ, സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളതിനെ ക്ലോസ്ഡ് ഫ്രാക്ചറായിട്ട് എടുക്കണം. ഗോൾഡൻ റൂൾ നമ്പർ 1 മനസ്സിലായല്ലോ. ഓപ്പൺ ഓർ ക്ലോസ്ഡ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളതിനെ ക്ലോസ്ഡ് ഫ്രാക്ചറായിട്ട് തന്നെ എടുക്കണം. സ്പെസിഫൈ ചെയ്തെങ്കിൽ കറക്റ്റായിട്ട് എടുത്തോണം, സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ മാത്രം ക്ലോസ്ഡ് ആയിട്ട് എടുക്കണം. പിന്നെ ഗോൾഡൻ റൂൾ നമ്പർ 2, ഇപ്പോൾ ഒരു ഫ്രാക്ചറിനെ ഡിസ്പ്ലേസ്ഡ് അല്ലെങ്കിൽ നോൺ ഡിസ്പ്ലേസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഡിസ്പ്ലേസ്ഡ് അല്ലെങ്കിൽ നോൺ ഡിസ്പ്ലേസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കോഡ് ചെയ്യേണ്ടത് എന്താണ്, ഡിസ്പ്ലേസ്ഡ് ആയിട്ട് കോഡ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്ത് വെച്ചോളൂ, ഗോൾഡൻ റൂൾസ് ആയിട്ട് ഓർത്ത് വെച്ചോളൂ. ഫസ്റ്റ് വൺ, ഇഫ് എ ഫ്രാക്ചർ ഈസ് നോട്ട് മെൻഷൻഡ് ആസ് ക്ലോസ്ഡ് ഓർ ഓപ്പൺ, ഗോ ഫോർ ക്ലോസ്ഡ്. ഡിസ്പ്ലേസ്ഡ് ഓർ നോൺ ഡിസ്പ്ലേസ്ഡ്, ഗോ ഫോർ ഡിസ്പ്ലേസ്ഡ്. കേട്ടല്ലോ? അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇനി പറയുന്നത് ഇനീഷ്യൽ വേഴ്സസ് സബ്സിക്വൻറ്റ് എൻകൗണ്ടർ ഫോർ ട്രോമാറ്റിക് ഫ്രാക്ചർ. അപ്പോൾ ഇങ്ങനൊരു കേസ് വരുവാണെങ്കിൽ നമ്മൾ ഇനീഷ്യൽ എൻകൗണ്ടർ ഞാൻ എന്ത് പറഞ്ഞു, ഒരു ആക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു പേഷ്യൻറ്റ് നമ്മൾ എന്ത് കോഡ് ചെയ്യുന്നത്, ഇനീഷ്യൽ എൻകൗണ്ടർ കോഡ് ചെയ്യും. എന്നാൽ സബ്സിക്വൻറ്റ് എൻകൗണ്ടർ കോഡ് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് PQR, LMN എന്നൊക്കെ പറഞ്ഞ് KMN എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേറെ കോഡ്സ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാൽ യൂണിയൻ അല്ലെങ്കിൽ നോൺ യൂണിയൻ. ഇപ്പോൾ ഒരു ഫ്രാക്ചർ നോൺ യൂണിയൻ ആയിട്ടില്ല, അല്ലെങ്കിൽ മാൽ യൂണിയൻ ആണ്, അല്ലെങ്കിൽ നോൺ യൂണിയൻ ആണ്, ആ ഒരു ബേസിസിലും കൂടെ 7th ക്യാരക്ടർ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അവിടെ ഒരു ഡിഫറൻഷ്യേഷൻ ഇത്രേ വരുന്നുള്ളൂ. ഒരു മാൽ യൂണിയൻ അല്ലെങ്കിൽ ഒരു നോൺ യൂണിയൻ, അതിനൊക്കെ നമ്മൾ സബ്സിക്വൻറ്റ് എൻകൗണ്ടറിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളതിനെ സബ്സിക്വൻറ്റ് എൻകൗണ്ടർ എന്ന് ട്രീറ്റ് ചെയ്യും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റേഷൻ പ്രകാരം എന്താണോ ഡോക്ടർ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് തന്നെ നമുക്ക് കോഡിങ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ഇത്രേ പറഞ്ഞോളൂ. ഇനീഷ്യൽ എൻകൗണ്ടർ എന്ന് പറയുന്നത്, ഇപ്പം ഇനീഷ്യൽ എൻകൗണ്ടർ എന്ന് പറയുമ്പം ഒരു കേസൂടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അന്നേരം കെയറിന് പോയില്ല, അപ്പോൾ നോൺ യൂണിയനായിട്ട് കിടക്കുക. പക്ഷേ പിന്നെയാണ് കുറേ കഴിഞ്ഞാണ് മെഡിക്കൽ കെയറിന് വേണ്ടി വരുന്നത്. പക്ഷേ എന്നാലും ആ പേഷ്യൻ്റ് ഇനീഷ്യൽ എൻകൗണ്ടർ ആണല്ലോ അത്. അപ്പോൾ നമുക്കത് ഇനീഷ്യൽ എൻകൗണ്ടറായിട്ട് തന്നെ കോഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കേസ് മാത്രം ഓർത്താൽ മതി. അപ്പോൾ ഇനീഷ്യൽ എൻകൗണ്ടർ നമുക്കറിയാം, പേഷ്യൻ്റ് വരുന്നു, ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു, ആ സമയം എല്ലാം ഇനീഷ്യൽ എൻകൗണ്ടറാണ്. അതേസമയം സബ്സിക്വൻറ്റ് എൻകൗണ്ടർ വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, മാൽ യൂണിയൻ അല്ലെങ്കിൽ നോൺ യൂണിയൻ ഒക്കെ ശ്രദ്ധിച്ച് വേണം കോഡ് ചെയ്യാൻ വേണ്ടി. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം M80 കോഡ് എന്ന് പറഞ്ഞാൽ ട്രോമാറ്റിക് ഫ്രാക്ചറിന് യൂസ് ചെയ്യുന്നതല്ല. നമ്മൾ ഓൾറെഡി മസ്കുലോസ്കെലറ്റൽ ആ ഒരു സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, മസ്കുലർ അല്ലെങ്കിൽ ബോണ്ട് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു M80 എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ് കാരണമുള്ള ഫ്രാക്ചറാണ്. ഓക്കെ, അതിനിപ്പം ഒരു ചെറിയ മൈനർ ഫോളോ ഒന്നിലും ഉണ്ടായാലും ഫ്രാക്ചർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടല്ലോ ഓസ്റ്റിയോപോറോസിസ് ഉള്ള പേഷ്യൻറ്റിന്. അപ്പം അങ്ങനെയുള്ള പേഷ്യൻ്റുള്ളതാണെങ്കിൽ M80 ഒരിക്കലും നമ്മൾ ട്രോമാറ്റിക് ഫ്രാക്ചറായിട്ട് കോഡ് ചെയ്യരുത്. ക്ലിയർ ആണോ? ഇപ്പോൾ ഒരു മൈനർ ഫോളൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ട്രോമാറ്റിക് ആയിട്ട് കോഡ് ചെയ്യാൻ തോന്നും, പക്ഷേ ട്രോമാറ്റിക് ആയിട്ട് അവിടെ കോഡ് ചെയ്യരുത്. ക്ലിയർ ആണോ? ഇനി നമ്മുടെ സെക്കൻഡ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഫ്രാക്ചർ കോഡിംഗ് ആണ്. മൾട്ടിപ്പിൾ ഫ്രാക്ചർ കോഡിംഗ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിവിയറിറ്റി ഏതിനാണോ അതിനെ സീക്വൻസിങ് ഫസ്റ്റ്. ഓക്കെ, മൾട്ടിപ്പിൾ ഫ്രാക്ചർ കാണും, പക്ഷേ സിവിയറിറ്റി ഏതാണോ അതായിരിക്കും നമ്മുടെ പ്രൈമറി ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്കൊരു തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഫൈസിയൽ ഫ്രാക്ചറാണ്. അപ്പോൾ ഈ ഒരു ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ ടൈപ്പ് ഓഫ് ഫൈസിയൽ ഫ്രാക്ചർ മാത്രം കോഡ് ചെയ്താൽ മതി. ഏത് ബോൺ ആണെന്നൊന്നും സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. മിക്കവാറും ഫൈസിയൽ ഫ്രാക്ചർ വരുന്നത് നമ്മുടെ ലോങ് ബോണിനല്ലേ, അപ്പോൾ അത് ബോൺ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല.
ടൈപ്പ് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. അടുത്തൊരു മേജർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോഡിംഗ് ഓഫ് ബേൺസ് ആൻഡ് കൊറോഷൻ ആണ്. അപ്പോൾ ബേൺസ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു പോയിൻ്റാണ്, പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കണം. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ ബേൺസ് എങ്ങനെയൊക്കെ ടൈപ്പ് വരാം? തെർമലായിട്ടുള്ള ബേൺസ്, ഏതെങ്കിലും ചൂട് സോഴ്സസിൽ നിന്നൊക്കെ വരുന്ന ബേൺസ് നമ്മൾ ബേൺസിൻ്റെ കാറ്റഗറി വരാം. പക്ഷേ സൺബേൺ വരില്ല. ക്ലിയർ ആക്കി വെച്ചു, അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, സൺബേൺ വരില്ല. ഇലക്ട്രിസിറ്റി കാരണം നമുക്ക് ബേൺ വരാം. ഓക്കെ, ഇലക്ട്രിക് അപ്ലയൻസസിൻ്റെ ഇത് കാരണം നമുക്ക് ബേൺ വരാം, അല്ലെങ്കിൽ തെർമൽ അപ്ലയൻസസ് അല്ലെങ്കിൽ തെർമലായിട്ടുള്ള എന്ത് ഹീറ്റ് സോഴ്സസിൽ നിന്ന് വന്നാലും നമുക്ക് ബേൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ സൺബേൺ മാത്രം നമ്മൾ ബേൺ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അതേസമയം കെമിക്കൽസ് കാരണമുള്ള ബേണിങ്ങിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ബേൺസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള തെർമൽ സോഴ്സസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സോഴ്സിൽ നിന്നൊക്കെ നമുക്ക് അടിക്കുന്ന ബേൺസിന് നമുക്ക് ബേൺസ് എന്ന് നെയിം ചെയ്യാമെങ്കിലും കെമിക്കൽ ബേൺസിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഗൈഡ് ലൈൻസ് രണ്ടിനും സെയിം ആണ്, അത് ഗൈഡ് ലൈൻസിന് ഒരു വ്യത്യാസവും ഇല്ല. ക്ലിയർ ആണല്ലോ? ഇനി ബേൺസിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ബേൺസ് കറണ്ട് ബേൺ ആണെങ്കിൽ T20 to T25 വരെയുള്ള കാറ്റഗറിയിലാണ് കറണ്ട് ബേണിൻ്റെ കോഡ്സ് ഉള്ളത്. അപ്പോൾ കറണ്ട് ബേൺ എന്ന് പറയുമ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എക്സ്റ്റെൻഡ്, ഡെപ്ത്ത്, പിന്നെ ബൈ വിച്ച് ഏജൻറ്റ്, എന്ത് ഏജൻറ്റ് കൊണ്ടാണ്, പിന്നെ അതിൻ്റെ ഡെപ്ത്ത്, പിന്നെ അതിൻ്റെ എക്സ്റ്റെൻഡ്. ഈ 3 കാര്യങ്ങളാണ് ബേൺസ് നമുക്കൊരു കോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഡിഗ്രി എന്ന് പറയണത് ഇപ്പം നമ്മൾ പറയും ഫസ്റ്റ് ഡിഗ്രി ഉണ്ട്, സെക്കൻഡ് ഡിഗ്രി ഉണ്ട്, തേർഡ് ഡിഗ്രി ഉണ്ട് നമ്മുടെ ബേൺസിന്. ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ആണ് നമ്മൾ അതിനെ എരിത്തിമ എന്ന് പറയും, സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ ബ്ലിസ്റ്ററിങ്, ആൻഡ് തേർഡ് ഡിഗ്രി ആണെങ്കിൽ ഫുൾ തിക്നെസ് ഇൻവോൾവ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെ 3 ഡിഗ്രി ആയിട്ടാണ് നമ്മൾ ബേൺസിനെ നോക്കുന്നത്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ആൻഡ് തേർഡ് ഡിഗ്രി ബേൺസ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പം ഇൻറ്റേർണൽ ഓർഗൻസ് അല്ലെങ്കിൽ ഐലിഡ്, ഇതിലൊക്കെയുള്ള ബേൺസ് അതെന്ന് പറയുന്നത് T26 മുതൽ T28 വരെയുള്ള കാറ്റഗറിയിലാണ്. എന്നാൽ ഈ കോഡ്സ് എല്ലാം തന്നെ ക്ലാസിഫൈഡ് ബൈ സൈറ്റാണ്. ഓക്കെ, അത് നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസ് ആണെങ്കിൽ സൈറ്റാണ് നമ്മൾ നോക്കുന്നത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ബേൺസ് ആണെങ്കിൽ നമ്മൾ എക്സ്റ്റെൻറ്റും ഡെപ്ത്തും അതൊക്കെ നോക്കത്തുള്ളൂ. ക്ലിയർ ആയോ? ഇൻറ്റേർണൽ ഓർഗൻസ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ സൈറ്റാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഐയും. കേട്ടല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ബേൺസിൽ നമുക്കൊരു 9 പോയിൻറ്റ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സീക്വൻസിങ് ഓഫ് ബേൺ ആൻഡ് റിലേറ്റഡ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബേൺസ് ഉണ്ട് എങ്കിൽ നമ്മൾ ഹയസ്റ്റ് ഡിഗ്രി വേണം ഫസ്റ്റ് കോഡ് ചെയ്യാൻ. ക്ലിയർ ആയോ? ഇപ്പോൾ ഹയസ്റ്റ് ഡിഗ്രി ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡ് ഡിഗ്രി ബേൺസും ഉണ്ടെങ്കിൽ തേർഡ് ഡിഗ്രി വേണം നമ്മൾ പ്രൈമറി ആയിട്ട് കോഡ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ഇനിയുള്ളൊരു 3 പോയിന്റ് റീസൺ ഫോർ എൻകൗണ്ടേഴ്സ് ആണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ റീസൺ ഫോർ എൻകൗണ്ടർ എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്റ്റേണൽ ബേൺസ് ആണെങ്കിൽ ത്രൂ ഔട്ട് ദ ബോഡിയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹയസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ സിവിയറിറ്റി വേണം ഫസ്റ്റ് കോഡ് ചെയ്യാനായിട്ട്. അത് ക്ലിയർ ആണല്ലോ? ഇനി ഒരു സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പം ഇൻറ്റേർണലും എക്സ്റ്റേണലും ഇഞ്ചുറി ഉള്ളൊരു പേഷ്യൻ്റാണ്. ഓക്കെ, അപ്പോൾ എന്ത് റീസൺ കൊണ്ടാണ്, എന്തൊരു സർക്കംസ്റ്റാൻസസ് കൊണ്ടാണ് പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിരിക്കുന്നു അത് വേണം സിവിയറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെ കോഡ് ചെയ്യാൻ. ഇപ്പോൾ ഇൻറ്റേർണലും എക്സ്റ്റേണലും ബേൺസ് ഉണ്ടെങ്കിൽ. ക്ലിയർ ആയോ? അപ്പം ആദ്യത്തെ കേസ് നമുക്ക് എക്സ്റ്റേണൽ ബേൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് കേസ് നമുക്ക് ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബേൺസ് രണ്ടും ഉണ്ട് എങ്കിൽ ഏത് സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണോ എൻകൗണ്ടർ, മനസ്സിലായോ, എന്താണോ സിവിയറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അത് വേണം പ്രൈമറി നമ്മൾ കോഡ് ചെയ്യാനായിട്ട്. ഇനി ഒരു തേർഡ് വൺ എന്ന് പറഞ്ഞാൽ വെൻ ദ പേഷ്യൻ്റ് ഈസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അഡ്മിറ്റഡ് ടു ബേൺ ഇൻഷുറീസ് ആൻഡ് റിലേറ്റഡ് കണ്ടീഷൻസ് സച്ച് എസ് ഇപ്പം ഒരു സ്മോക്ക് ഇൻഹലേഷൻ അല്ലെങ്കിൽ ഒരു റെസ്പിറേറ്ററി ഫെയിലിയർ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഇപ്പം ഇത്രയും സിവിയർ കണ്ടീഷൻ ആണെങ്കിലും പേഷ്യൻ്റ് എന്ത് കാര്യത്തിനാണോ അഡ്മിറ്റ് ആയിരിക്കുന്നത് അതിനെ വേണം നമ്മൾ പ്രൈമറി ആയിട്ട് സീക്വൻസ് ചെയ്യാൻ. ക്ലിയർ ആയോ? ഇപ്പം എത്ര വലിയ കേസാണെങ്കിലും ഇന്ന് പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിരിക്കുന്ന എന്ത് കേസാണോ, ഇപ്പോൾ ബേൺ ആണെങ്കിൽ ആ ബേൺ വേണം പ്രൈമറി ആയിട്ട് സീക്വൻസ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡിലേക്ക് പോവാം.
സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബേൺസ് ഓഫ് ദി സെയിം അനാറ്റമിക് സൈറ്റ്. ഇപ്പോൾ ഒരു സെയിം അനാറ്റമിക് സൈറ്റാണ്, ഫോർ എക്സാമ്പിൾ എൻ്റെ ഹാൻഡ്. അപ്പോൾ എൻ്റെ ഹാൻഡിൽ എനിക്ക് സെയിം അനാറ്റമിക് സൈറ്റാണ്, 2 ബേൺ ഉണ്ട്. ഇപ്പം 3rd ഡിഗ്രി ബേണും ഉണ്ട്, 2nd ഡിഗ്രി ബേണും ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്ത് കോഡ് ചെയ്യും? ഏതാണോ ഹൈയസ്റ്റ് അത് വേണം കോഡ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ഇപ്പോൾ എനിക്കൊരു ഹാൻഡ് അല്ലെങ്കിൽ എൻ്റെ തൈക്കൊക്കെ ബേൺ ഉണ്ട്. അപ്പോൾ ബേൺ എന്ന് പറയുന്നത് എൻ്റെ എന്താണ്, സെയിം അനാറ്റമിക് സൈറ്റാണ്, പക്ഷേ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയസ്റ്റ് ഡിഗ്രി വേണം ഫസ്റ്റ് ആയിട്ട് കോഡ് ചെയ്യാൻ. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നോൺ ഹീലിംഗ് ബേൺസ് ആണ്. അപ്പോൾ നോൺ ഹീലിംഗ് ബേൺസിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? അക്യൂട്ട് ബേൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അതിൽ വരുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെക്രോസിസ് ഓഫ് ബേൺ ഉണ്ടാകാമല്ലോ, അതിനെ നമുക്ക് നോൺ ഹീലിംഗ് ബേൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നോൺ ഹീലിംഗ് ബേൺസ് നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അക്യൂട്ട് ബേൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടാമത് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നെക്രോസിസ് ഓഫ് ബേൺസ് എന്ന് പറയുന്നതിനെ നമുക്ക് നോൺ ഹീലിംഗ് ബേൺ ആയിട്ട് കോഡ് ചെയ്യാം. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ബേൺ ആണ്. അപ്പോൾ ഒരു ബേണിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുവാണെങ്കിൽ ഒരു അഡീഷണൽ ഡയഗ്നോസിസ് നമ്മുടെ ഇൻഫെക്ഷനും കൂടെ കൊടുക്കണം. നാലാമത്തെ പോയിന്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഫെക്ഷൻ ബേൺ എന്ന് പറയുമ്പോൾ ബേൺ ഉണ്ട്, ഇൻഫെക്ഷൻ ഉണ്ടായെങ്കിൽ ഇൻഫെക്ഷന് വേണ്ടിയുള്ള ഒരു അഡീഷണൽ കോഡും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കണം. അടുത്ത 5th പോയിന്റ് എന്ന് പറഞ്ഞാൽ അസൈൻ സെപ്പറേറ്റ് കോഡ് ഫോർ ഡിഫറെൻറ്റ് ബേൺ സൈറ്റ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് ബേൺ സൈറ്റ്സ് ഉണ്ടാവും, പല സൈറ്റിലായിരിക്കും ബേൺ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കോഡ് ചെയ്യണം. പക്ഷേ ഇൻ കേസ് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ സ്പെസിഫൈ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എവിടെയൊക്കെയാണ് കറക്റ്റായിട്ടുള്ളതെന്ന്, അപ്പോൾ നമുക്ക് മൾട്ടിപ്പിളായിട്ട് കോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു കോഡുണ്ട്, ബേൺ ഇൻ മൾട്ടിപ്പിൾ സൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എന്ന് വെച്ചാൽ അവർ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ക്ലിയർ ആകരുത്, എന്നാൽ മാത്രമേ നമ്മളത് യൂസ് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നമുക്കറിയാം, നമുക്കെല്ലാം ഇപ്പം നമുക്ക് തന്നിട്ടുണ്ട് കറക്റ്റായിട്ട് ഇന്ന ഡിഗ്രി ബേൺ ഇന്ന ഹാൻഡിലുണ്ട്, ഡിഗ്രി ബേൺ നമ്മുടെ തൈയിലുണ്ട്, ഡിഗ്രി ബേൺ നമ്മുടെ ബാക്കിലുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കോഡ് ചെയ്യാം. അപ്പോൾ ഏതാണോ സിവിയർ അത് വേണം ആദ്യം കോഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏതിനാണോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അത് വേണം നമ്മൾ പ്രൈമറി ആയിട്ട് കോഡ് ചെയ്യാൻ. അപ്പോൾ സീക്വൻസിങ് ഒക്കെ നമ്മളുടെ പഴയ പോലെ തന്നെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ 6th പോയിന്റ് എന്ന് വെച്ചാൽ ബേൺസ് ആൻഡ് കൊറോഷൻ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ബോഡി സർഫേസ് ഇൻക്ലൂഡ്. ഇതിൽ നമുക്ക് 2 കോഡ്സ് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തണം. ഒന്ന് T31 T32. അപ്പം T31 എന്ന് പറഞ്ഞാൽ ബേൺസ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു എക്സ്റ്റെൻറ്റ്. മനസ്സിലായല്ലോ? ബേൺസിൻ്റെ സർഫസ്, എക്സ്റ്റെൻറ്റ് ഓഫ് ദി സർഫസ് ഇൻക്ലൂഡഡ്, അല്ലെങ്കിൽ സർഫസ് എക്സ്റ്റെൻറ്റ് എന്ന് പറയാം. നമ്മൾ T31 എന്ന് പറഞ്ഞാൽ ബേൺസ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദി സർഫസ് ഇൻവോൾവ്. മനസ്സിലായല്ലോ? ഇപ്പോൾ സർഫസ് ഇൻവോൾവ് ചെയ്തേക്കുന്ന എക്സ്റ്റെൻറ്റ് വെച്ചാണെങ്കിൽ നമുക്ക് എന്ത് കോഡ് ചെയ്യാം? T31 കോഡ് ചെയ്യാം. അതേസമയം കൊറോഷൻ ആണെങ്കിൽ, ഇതിന് പകരം ബേൺസിന് പകരം കൊറോഷൻ എന്നുള്ള പോയിൻ്റ് ആണെങ്കിൽ നമ്മൾ T32 കോഡ് ചെയ്യും. അപ്പോൾ T32 കോഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് സൈറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. മനസ്സിലായോ? ബോഡി സർഫസിൻ്റെ എക്സ്റ്റെൻറ്റ് അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് ഓഫ് ബോഡി സർഫസ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്ര പെർസെൻറ്റേജ് ബോഡി ബേണായി, ഇത്ര പെർസെൻറ്റേജ് ഓഫ് ബോഡിക്ക് ഇത് സംഭവിച്ചു, അപ്പോൾ അങ്ങനെ കൊറോഷൻ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കോഡ് വരുമ്പോഴാണ് T13 T31 ഒക്കെ അഡീഷണൽ കോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ എക്സ്റ്റൻഷൻ നോക്കുന്നത്? ഇപ്പോൾ T31 അഡീഷണലായിട്ട് എപ്പോഴാണ് കോഡ് ചെയ്യുന്നത്? T31 അഡീഷണലായിട്ട് കോഡ് ചെയ്യണമെങ്കിൽ 20% മോർ ഓഫ് ദി ബോഡിയോ ഈ ബേൺ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്? ബേണിൻ്റെ പെർസെൻറ്റേജ്, അതിന് ഒരു റൂളുണ്ട്. അതിനാണ് നെക്സ്റ്റ് ഡയഗ്രാം. അപ്പം നമ്മുടെ റൂൾ ഓഫ് 9 എന്ന് പറഞ്ഞാൽ ആ റൂൾ യൂസ് ചെയ്താണ് നമ്മൾ ഈ ബേണിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഹെഡ് നെക്ക് ഭാഗങ്ങൾ ഒന്നിച്ചാണെങ്കിൽ 9%, റൂൾ ഓഫ് 9 എന്നാണ് പറയുക. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾസ് എവിടെ അല്ല, അങ്ങനെ ഓർത്താൽ മതി. അപ്പം ഹെഡും നെക്കും കൂടി 9%. ഈച്ച് ലെഗ് 18% ആണ്. ഇപ്പം നമ്മുടെ ആൻറ്റീരിയർ സ്കിൻ ഫ്രണ്ട്, ഓക്കെ, ആൻറ്റീരിയർ ട്രങ്ക് പോസ്റ്റീരിയർ ട്രങ്ക്, ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഒന്ന് 18 ഈച്ചാണ്. ആൻറ്റീരിയർ ട്രങ്ക് 18%, പോസ്റ്റീരിയർ ട്രങ്കും 18%. ഇനി വരുന്നത് എന്താണ്? അപ്പോൾ നമ്മുടെ ഇതാണ് വരുന്നത്, ഈച്ച് ഹാൻഡ് വരും.
ഈച്ച് അപ്പർ ലിംബ് വരും. ഈച്ച് അപ്പർ ലിംബും 99% ആണ്. ജെനിറ്റാലിയ എക്സ്റ്റേണൽ ജെനിറ്റേലിയ മാത്രം 1%. ബാക്കി എല്ലാം തന്നെ 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഹെഡ് ആൻഡ് നെക്ക് 9%, ഈച്ച് ലിംബ് അപ്പർ ലിംബ് 99%, പോസ്റ്റീരിയർ ട്രങ്ക് 18%, ആൻറ്റീരിയർ ട്രങ്ക് 18%, 2 ലെഗ്സ് 18% ഈച്ച്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻകൗണ്ടർ ഫോർ സീക്വല ഓഫ് ബേൺസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സീക്വല ഓഫ് ബേൺ ആയിട്ട് വരുവാണ്, അല്ലെങ്കിൽ കൊറോഷനായിട്ട് വരുവാണ് ഒരു പേഷ്യൻ്റെങ്കിൽ നമ്മളെങ്ങനെ കോഡ് ചെയ്യുന്നത്? ഇപ്പോൾ സ്കാറൊക്കെ ആയിട്ട് വരുവാണ്. ഇപ്പോൾ സീക്വല ഓഫ് ബേൺ മിക്കവാറും സ്കാർ ആയിരിക്കും. ഇപ്പോൾ സ്കാറായിട്ട് വരുന്ന പേഷ്യൻ്റാണ് നമ്മൾ അക്കോർഡിംഗ് ടു സ്കാർ കോഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സീക്വല എസ് ഇട്ട് കോഡ് ചെയ്യുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സീക്വലി വിത്ത് ലേറ്റ് എഫക്റ്റ് കോഡ് ആൻഡ് കറണ്ട് ബേൺ. അപ്പോൾ എങ്ങനെ വരുവാണ്? നമുക്ക് 2 കേസ് യൂസ് ചെയ്യാം. ഒന്ന് നമുക്ക് സീക്വലിയും ഉണ്ട്, 2 ഇപ്പോൾ കറണ്ട് ബേണും ഉണ്ട്. ഇപ്പോൾ കറണ്ട് ബേൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കോഡ് ചെയ്യാം? ഇനീഷ്യൽ എൻകൗണ്ടർ ആണോ സബ്സിക്വൻറ്റ് എൻകൗണ്ടർ ആണോ അത് വെച്ച് കോഡ് ചെയ്യാം കറണ്ട് ആയിട്ടുണ്ടെങ്കിൽ. അതേസമയം സീക്വലയുടെ കോഡും കൂടെ സീക്വല ഉണ്ടെന്നുണ്ടെങ്കിൽ സീക്വലയുടെ കോഡും നമുക്ക് വേറെ രണ്ടാമതായിട്ട് കോഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. 2 കോഡ്സും ഇനീഷ്യൽ എൻകൗണ്ടർ കോഡും സീക്വലയും കൂടെ ഒന്നിച്ച് വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വരും. ഇൻ കേസ് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഡോക്യുമെൻറ്റേഷൻ ക്ലിയർ ആണെങ്കിൽ അങ്ങനെ വരുന്നതിൽ പ്രശ്നമൊന്നും ഇല്ല. ഓക്കെ, ഇനി നമുക്കൊരു ലാസ്റ്റ് പോയിൻ്റാണുള്ളത്. ലാസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ യൂസ് ഓഫ് എക്സ്റ്റേണൽ കോസ് കോഡ് വിത്ത് ബേൺസ് ആൻഡ് കൊറോഷൻ. അപ്പോൾ ബേൺസിൻ്റെയും കൊറോഷൻ്റെയും കാര്യത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു. ഏത് ഏജൻ്റാണോ കോസ് ചെയ്യുന്നത്, എക്സ്റ്റേണൽ കോസ് എന്തുകൊണ്ടാണ് ആ ബേൺ ഉണ്ടായത്, ആ ഒരു കോസ് നമുക്ക് കോഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കോസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് അൺസ്പെസിഫൈഡ് എന്ന് കോഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കോഡ് ചെയ്യണം. എവിടെ നിന്നാണ് ആ ഒരു ബേൺ ഉണ്ടായത് അല്ലെങ്കിൽ ആ കൊറോഷൻ ഉണ്ടായെന്നുള്ളത് കോഡ് ചെയ്യണം. ഇപ്പോൾ പാർട്ട് 1 ആയതേ ഉള്ളൂ. ഇനി അഡ്വേഴ്സ് എഫക്റ്റൊക്കെ നമ്മൾ സെക്കൻഡ് പാർട്ടിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ പാർട്ട് 1 ഇത്രേ ഉള്ളൂ. ഇത് തന്നെ വലിയ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതുകൊണ്ട് മാക്സിമം നേരത്തെ കമൻറ്റ്സിന് റിപ്ലൈ തരാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ 19 ഈ ഒരു 2 ആയിക്കഴിഞ്ഞാൽ പിന്നെ ചാപ്റ്റർ 20-21 എളുപ്പമാണ്. ഓക്കെ, നമുക്കത് പെട്ടെന്ന് തീർക്കാം. സെഡ് കോഡ്സിൻ്റെ ഒരു ചാപ്റ്റർ ഇച്ചിരി വലുതാണെങ്കിൽ അത് നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ നമുക്കത് തീർക്കാം. സോ ആ ഒരു കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. അത് തീർന്നതിന് ശേഷം നമ്മൾ ICDയുടെ പ്രോബ്ലംസ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഈ വീഡിയോസ് കിട്ടാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് തരാം. പക്ഷേ ഞാൻ ഇംഗ്ലീഷിൻ്റെ പുറകിലാണ്, ബാക്കിലാണ്. നമ്മൾ ചാപ്റ്റർ 3 വരെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ചാപ്റ്റർ 3 വരെ ആയിട്ടുള്ള ഇംഗ്ലീഷിൽ വേണ്ടവർക്ക് മാത്രം. മലയാളത്തിൽ ഫോളോ ചെയ്യുന്നവർക്ക് മലയാളത്തിൽ ഫോളോ ചെയ്യാൻ. നമ്മളിപ്പോൾ എത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്തതിന് 2 ചാപ്റ്ററും കൂടെ മിച്ചമുള്ളൂ. എന്നാലും പാർട്ട് B ഇനി മിച്ചമാണ്. ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ തരാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യണം. All right, so thanks for watching Zeal to Know. Bye bye. See you in the next video.